السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ലാസ് എടുത്തിട്ട് കുറച്ചായിട്ടുണ്ട്. നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചത് 150 പേജിലായിരുന്നു. നമ്മുടെ കസ്റു ഷഹബത്തേനിയുടെ ബാബിൽ ഷഹബത്തുൽ ബത്തൽ ഒരു ഫർജാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 150 പേജ് നമ്മൾ അവസാനിപ്പിച്ചു. നമ്മൾ വയറിൻ്റെ വികാരം ശമിപ്പിക്കാൻ ഭക്ഷണം കുറക്കൽ, ഭക്ഷണത്തിൻ്റെ സമയം നിർണ്ണയിക്കൽ, എന്ത് കഴിക്കണമെന്ന് നിർണ്ണയിക്കൽ, 3 കാര്യമാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഭക്ഷണം കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 വളീഫത്തുകൾ നമ്മൾ പറഞ്ഞു. ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ടാണ് കുറയ്ക്കേണ്ടത്. അങ്ങനെ പറ്റ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ 3 ദർജകൾ പറഞ്ഞു. ഇനി 4ാമത്തെ ദർജയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ ഒരു നിസ്ഫ് മുദ്, ഒരു മുദ്ദിൻ്റെ പകുതി ഒക്കെ ഒരു ദിവസം കഴിക്കുന്ന അവസ്ഥ, അതിനേക്കാളും കുറച്ചും കൂടി ഉയർന്നാൽ ഒരു മുദ് ഒരു ദിവസം കഴിക്കുന്ന അവസ്ഥ. ഇതൊന്നും ഉപരിപക്ഷം നമുക്ക് നടക്കാത്ത കാര്യങ്ങളായിരിക്കും. ഇനി 4ാമത്തെ ഒരു ദർജ പറയണം. ആ ദർജത്തു റാബിയ അൻ യസീദ അലൽ മുദ്ദി, മുദ്ദിനേക്കാളും കൂട്ടുക, ഇലൽ മന്നിലേക്ക്. മന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, ഒരു ആഡംബരം, സുഭിക്ഷത എന്നൊക്കെ അർത്ഥം. അപ്പം ഒരു മുദ്ദിനേക്കാളും അപ്പുറം ഒരു സുഭിക്ഷമായ ഭക്ഷണം, ആഡംബരത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്ന പരിധിയിലേക്ക് കുറച്ചും കൂടി ഉയർത്തുക. വഹാദ ഹുവൻ നിഹായ, ഇതാണ് ഏറ്റവും അറ്റം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ഒമാ വറാഅഹു ഇസ്രാഫുൻ, ഇതിനപ്പുറത്തുള്ളത് ദുർവ്യയമാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ളത് ദുർവ്യയമായിട്ട് കണക്ക് കൂട്ടും. യകാദു യദ്ഖുലു തഹ്ത ഖൗലിഹി തആല വകുലു വഷ്റബൂ വലാ തുസ്രിഫു, അള്ളാഹുവിൻ്റെ ഈ വാക്കിൽ അത് പെടാൻ സാധ്യതയുണ്ട്. വകുലു വഷ്റബൂ വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക കുടിക്കുക, വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് ചെയ്യരുത്, ദുർവ്യയം ചെയ്യരുത്. ആ ദുർവ്യയത്തിൻ്റെ പരിധിയിൽപ്പെടും ഒരു മുദ്ദും ഒരു മുദ്ദിനേക്കാളും കുറച്ചപ്പുറം ഒരു സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാമെന്ന് വെക്കുക. ഒരു മുദ്ദിൻ്റെ അപ്പുറം കുറച്ചൊക്കെ കടന്നു, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അത് ഇസ്രാഫിൽപ്പെടും. ഇതാണ് മാക്സിമം ഭക്ഷണത്തിൻ്റെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി വലഹു ത്വരീഖുൻ ആഖറു, ഇനി മറ്റൊരു വഴിയുണ്ട്. ഈ കണക്കൊന്നും നോക്കാതെ നമ്മളിപ്പോൾ 4 ദർജകൾ പറഞ്ഞു, 4 രീതികൾ പറഞ്ഞു. ഈ 4 രീതിയും നോക്കാതെ വേറൊരു കണക്ക്. അതെങ്ങനെ അറിയോ? അത് ഫഹുവ അൻ യമുദ്ദ യദഹു ബഅദൽ ജൂഇ വയുംസിക ഖബല ശബഇ. അൻ യമുദ്ദ യദഹു ബഅദൽ ജൂഇ, വിശന്നതിന് ശേഷം ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുക. വയുംസിക ഖബല ശബഇ, വയറ് നിറയുന്നതിൻ്റെ മുമ്പ് കൈ പിൻവലിക്കുകയും ചെയ്യുക. നല്ല വിശപ്പുണ്ടാവുമ്പം ഭക്ഷണം കഴിക്കുക, വിശപ്പ് മാറുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം നിർത്തുക. ഇത് ഒരു വഴിയാണ്. ഇവിടെ നമ്മൾ ഈ കണക്കുകളൊന്നും പറയാതെ, ഇപ്പം നമ്മൾ മുകളിൽ കുറേ കണക്കുകൾ പറഞ്ഞിരുന്നു. പറ്റങ്ങോട്ട് കുറക്കുക, ജീവൻ നിൽക്കാൻ ആവശ്യമായത് മാത്രം കഴിക്കുക എന്ന് പറഞ്ഞിരുന്നു. അരമുദ്ദ ഒരു ദിവസം കഴിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഒരു മുദ്ദ ഒരു ദിവസം കഴിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഒരു മുദ്ദും കുറച്ചും കൂടി ഏറെ കഴിക്കുക എന്നും പറഞ്ഞിരുന്നു. ഇനി ആ കണക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട്, ഇത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണെന്ന് മാത്രം. നമ്മൾ വിശക്കണത് എപ്പോഴാണോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം. വിശപ്പ് മാറുന്നതിന് മുമ്പായിട്ട് നിർത്തുന്നു. വലാ യതജാസർ, അവൻ അതിക്രമം കാണിക്കാതിരിക്കുക, കൂടുതൽ കഴിക്കാതിരിക്കുക. ഇതൊരു വഴിയാണ്. പക്ഷേ ഈ വഴിയിൽ ലാക്കിന്നഹു ഫീഹി ഖത്തറുൻ, അവിടെ കുറച്ച് അപകടമുണ്ട് ഈ വഴി സ്വീകരിക്കും. എന്താ അപകടം വെച്ചാൽ, ഇത് ലഅല്ലഹു ലാ യത്തലിഉ അലാ സിദ്ഖിൽ ജൂഇ, സിദ്ഖുൽ ജൂഇ, അതായത് വിശപ്പിൻ്റെ സത്യസന്ധത, അതൊരു പക്ഷേ നമ്മളറിയില്ല. മനസ്സിലാക്കേണ്ടത് കുറച്ച് സങ്കീർണമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ. അതായത് വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക, വിശപ്പ് തീരുന്നതിൻ്റെ മുമ്പായിട്ട് ഇത് നിർത്തുക എന്നാണല്ലോ പറഞ്ഞിരുന്നത്. വിശക്കുമ്പോഴാണോ കഴിക്കുന്നത്, വിശപ്പ് തീരുന്നതിൻ്റെ മുമ്പായിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ വിശക്കൽ, അതൊരു വിഷയമുണ്ട്. നമുക്ക് വിശപ്പുണ്ടോ ഇല്ല എന്നെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും, ഭയങ്കര പള്ളപ്പഴിച്ചൽ അറിയും. ഇവിടെ ആ പള്ളപ്പഴിച്ചലിന് വൈകുന്നേരം വരെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല.
അപ്പം ഇത് പൊയ്ക്കലല്ല. അപ്പോൾ നമ്മൾ വിശപ്പ് യഥാർത്ഥത്തിൽ നമുക്ക് വിശപ്പുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ ആ തോന്നൽ സത്യമാണോ അല്ലേ, അത് ഇവിടുത്തെ ഒരു തിരിച്ചറിയാത്ത പ്രശ്നം വരും. അപ്പോൾ നമ്മൾ വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പം ഈ വിശപ്പ് യഥാർത്ഥത്തിൽ വിശപ്പാണോ എന്ന് തിരിച്ചറിയുന്നിടത്തൊരു പ്രശ്നം വരുന്നത് കൊണ്ട് വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിടത്തൊരു കൃത്യത കുറവ് വരും. അതായത് ലാലഹു ലാ യത്തലിഉ അലാ സിദ്ഖിൽ ജൂഇൻ്റെ സിദ്ഖിൻ്റെ മേൽ ഒരുപക്ഷെ വെളിവായി അറിഞ്ഞില്ലെന്ന് വന്നേക്കാം. അപ്പോൾ ഫയൽതബിസു അലൈഹിൽ അംറു, കാര്യം അവൻ്റെ മേൽ ഇൽത്തിബാസാവും, തിരിച്ചറിയാത്ത പ്രശ്നം വരും. വഖദ് ഖീല, പറയപ്പെട്ടിരിക്കുന്നു, ഇന്നൽ ജൂഅ സ്വാദിഖായ ജൂഅ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വാദിഖായ ജൂഅുണ്ട്, ഖാദിബായ ജൂഅുണ്ട്. ചില വിശപ്പുകൾ സത്യമാണ് നമ്മോട് പറയുന്നത്, ചില വിശപ്പുകൾ കളവാണ് നമ്മോട് പറയുന്നത്. അതായത് നമുക്ക് വിശക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, ശരി, ആ തോന്നൽ ശരിയാണ്, തോന്നുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് വിശപ്പുണ്ടോ അല്ലേ. വിശപ്പുണ്ടെന്ന് തോന്നലുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ശരിയായ തോന്നലായിരിക്കാം, വിശപ്പുണ്ട് എന്നുള്ളത് സത്യമായിരിക്കാം. ചിലപ്പോൾ അത് ശരിയായ തോന്നലല്ലാതിരിക്കാം. യഥാർത്ഥത്തിൽ വിശപ്പില്ല, പക്ഷേ നമുക്ക് വിശപ്പുണ്ട് തോന്നുന്നുണ്ട്. ഇതിന് കാദിബായ ജൂഅ എന്ന് പറയും. അപ്പോൾ വിശപ്പുണ്ട് എന്ന് നമ്മുടെ വയറ്, നമ്മുടെ ശരീരം നമ്മോട് കളവ് പറയുന്നു. ചിലപ്പോൾ നമ്മുടെ ശരീരം നമ്മോട് സത്യം പറയുന്നു. അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പം വിശപ്പുണ്ടോ അല്ലേ ഇതിങ്ങനെ നിർണ്ണയിക്കും. വിശപ്പുണ്ടെന്ന് നമ്മുടെ ശരീരം പറയുന്നുണ്ട്, പക്ഷേ അത് ചിലപ്പോൾ കളവ് പറയായിരിക്കും. ശരീരം, വയറ് കളവ് പറയും, കുടൽ കളവ് പറയും, ചിലപ്പോൾ സത്യം പറയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയാനുള്ള ഒരു വഴി പറയാണ് ഇവിടെ. ഇന്നൽ ജൂഅ സ്വാദിഖായ ജൂഅ, ശരിക്ക് ഉള്ള ജൂഅൻ്റെ അവസ്ഥ എന്താ അറിയോ, അത് അല്ലാ യത്ലുബൽ അദമ ഉദുമ, കറിയെ അന്വേഷിക്കാതിരിക്കലാണ്. മനസ്സിലാവട്ടോ, കറി അന്വേഷിക്കാതിരിക്കുക. വക്കീല, വേറെ അഭിപ്രായത്തിൽ അല്ലാ യുമയ്യിസ ബൈന ഖുബ്സിൻ വ ഖുബ്സിൻ, ഒരു റൊട്ടിയുടെയും മറ്റൊരു റൊട്ടിയുടെയും ഇടയിൽ വേർതിരിക്കാതിരിക്കുക. എന്ത് മനസ്സിലായിട്ടുണ്ട്? അതായത് നമുക്കിപ്പോൾ നല്ല വിശപ്പുണ്ടെങ്കിൽ, യഥാർത്ഥ വിശപ്പുണ്ടെങ്കിൽ എന്താണോ കിട്ടിയത് നമ്മളിത് കഴിക്കും. ആ കൂട്ടാനില്ലല്ലോ, മീൻ പൊരിച്ചതില്ലല്ലോ, ഈ കറി രസമല്ലല്ലോ, അല്ലെങ്കിൽ കറി ഇല്ലല്ലോ, ആ റൊട്ടിയാണ് തിരക്കടില്ലേനി, ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. കാരണം ഒരു പള്ളയെ വെച്ചിട്ടുണ്ട്, വിശപ്പ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പച്ച ചോറ് കിട്ടിയാൽ, അതായത് ഒരു കറി കൂട്ടാനൊന്നുമില്ല, പച്ച ചോറ്, നമ്മൾ സാധാരണ വെറുംചോറ് കാരണം അതവിടെ കിട്ടിയ അവിടെ തിന്നു, നല്ല രസം ഉണ്ടാവും അതിന്. കാരണം എന്താ, അവന് വിശക്കുണ്ട്. നമ്മളിപ്പം ഒരു കൂട്ടാൻ നമുക്ക്, അപ്പോൾ ഈ കൂട്ടാൻ രസമല്ല, മറ്റേ കൂട്ടാനാണ് വേണ്ടത്, ഈ രസം ഇതിന് രസമല്ല മറ്റേതിന് രസമുണ്ടെന്നൊക്കെ പറയാൻ കാരണം എന്താ, ഓന് വിശപ്പില്ല ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് വിശപ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴോ ആ കൂട്ടാൻ വേണം, അല്ലെങ്കിൽ ഇത് മറ്റേന് നന്നായിരുന്നത്, ഈ ബിരിയാണി അത്ര രുചിയില്ലല്ലോ, അങ്ങനെ പറയാത്ത കാരണം എന്താ, ഒരു വിശപ്പില്ലാഞ്ഞിട്ട്. വിശപ്പുള്ള ആളാണെങ്കിൽ ഒന്നും ചിന്തിക്കില്ല, കാരണം ഓന് എന്തെങ്കിലും പടൻ്റെ ഒത്തക്കാട് ആക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് കൂട്ടാനുണ്ടോയെന്നോ അന്വേഷിക്കൂല. അതാണ് ഈ കൂട്ടാൻ അന്വേഷിക്കാതിരിക്കാതെ പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം. അതുപോലെ ഒരു റൊട്ടി മറ്റൊരു റൊട്ടി, ഈ റൊട്ടി രസമുണ്ട്, ഈ റൊട്ടി രസമല്ല, മറ്റേ റൊട്ടിയാണ് തിരക്കിടില്ലേനി. ഈ വ്യത്യാസങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിലൊന്നും വിശപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ രസത്തിന് വേണ്ടി കഴിക്കുകയാണെന്നർത്ഥം. ഇതാണ് സത്യമായ വിശപ്പവും കളവായ വിശപ്പവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം. സൂഫിയാക്കൾ പറയുന്ന വിഷയങ്ങൾ നോക്കണം. അപ്പോൾ സ്വാദിഖായ ജൂഅ ഉണ്ടായിരിക്കെ ഒരാൾ ഓന് ആ വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു, ആ വിശപ്പാട് അവസാനിക്കുന്നതിന് മുമ്പായിട്ടോ നിർത്തുന്നു. ഇത് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ്. പക്ഷേ അതിൽ ഇങ്ങനൊരു അപകടമുണ്ട്. വിശപ്പ് ശരിയാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയുന്നിടത്ത് ഒരു പ്രശ്നം വരും എന്നർത്ഥം. ഇനി വാലം നീ അറിയുക, അന്നദാലിക യഖ്തലിഫു ബിഖ്തിലാഫിൽ അഷ്ഖാസ്, മാത്രമല്ല ഇത് വ്യക്തികളുടെ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതി ഉണ്ടല്ലോ, അഞ്ചാമത്തെ ഒരു രീതി, വിശക്കുമ്പോൾ കഴിക്കാൻ തുടങ്ങുന്നു, വിശപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് നിർത്തുന്നു. അത് വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ അരമുദ്ദ് ഒരു മുദ്ദ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആരായാലും മുദ്ദിൻ്റെ കണക്കൊന്നും തന്നെയാണല്ലോ. ഇത് വിശപ്പുണ്ടാകുമ്പം വിശപ്പ് മാറുന്നതിൻ്റെ മുമ്പ് എന്നൊക്കെ പറയുമ്പം അത് വ്യക്തികളുടെ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഫലാ യുംകിനു തഖ്ദീറുഹു, അത് കണക്കാക്കാൻ കഴിയൂല.
ഇത്രയെന്ന് കണക്കാക്കാൻ കഴിയില്ല. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിന് തോത് പറഞ്ഞിട്ടുണ്ട്, ആ തോത് കഴിച്ചാൽ മതി, അപ്പോൾ അവിടെ കണക്കിട്ടും. ബൽ അലാ കുല്ലി അഹദിൻ അൻ യൻദുറ ഫി ഹഖി നഫ്സി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഓരോരുത്തരും സ്വന്തം കാര്യത്തിൽ നല്ലോണം ആലോചന നടത്തണം. കൃത്യമായിട്ട് ഞാൻ ശരിക്കും എൻ്റെ പോയിൻ്റ് എവിടെയാണ്, ഞാനിതിൽ ഏത് പോയിന്റിലാണ് നിൽക്കേണ്ടത് എന്ന് ഓരോരുത്തരും ശരിയാവണ്ണം മനസ്സിലാക്കി ചെയ്യേണ്ടി വരും. എവിടെ? വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, വിശപ്പ് തീരുന്നതിൻ്റെ മുമ്പ് നിർത്തുക എന്ന് പറയുന്നിടത്ത്. കാരണം വിശക്കുണ്ട് എന്നത് നിർണ്ണയിക്കപ്പെടണം, അത് ശരിയാണോ എന്ന്. ഇപ്പോൾ എൻ്റെ വിശപ്പ്, ആ ശരിയായ വിശപ്പിൽ നിന്ന് ഇപ്പോൾ അകന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നിർത്താനും സാധിക്കണം. അതാണ് എൻ്റെ പ്രത്യേകത. വഖാല സഹദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ കാനത്തി ദുനിയ ദമൻ അബീഖൻ ലകാന ഖൂത്തുൽ മുഅ്മിനി മിൻഹാ ഹലാലൻ. ലൗ കാനത്തി ദുനിയ, ദുന്യാവ് മുഴുവനുമാണെങ്കിൽ, ദമൻ അബീഖൻ, ദുഷിച്ച രക്തമാണെങ്കിൽ, ദുന്യാവിലാകെ കേടുവന്ന രക്തം മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക, വേറൊന്നും ദുന്യാവിൽ ഇല്ല എങ്കിൽ പോലും ലക്കാന ഖൂത്തുൽ മുഅ്മിനി മിൻഹ, അതിൽ നിന്നുള്ള മുഅ്മിനിൻ്റെ ഖൂത്തായിരിക്കും, ഹലാലായിരിക്കും എന്ന് സഹദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് മുഅ്മിൻ ഭക്ഷണം കഴിക്കുന്നത് ജൂഉ സ്വാദിഖ് ഉണ്ടാകുമ്പോഴാണ്, സ്വാദിഖായ ജൂ ഉണ്ടാകുമ്പോഴാണ് ഒരു മുഅ്മിൻ ഭക്ഷണം കഴിക്കുക. അപ്പോൾ സ്വാദിഖായ ജൂ ഉണ്ടാകുമ്പം കുറച്ചേ കഴിക്കുള്ളൂ, ആ ജൂ മാറുന്ന അവസ്ഥയിലേ കഴിക്കുള്ളൂ. ഇവിടെ പറയുന്നത് എന്താണ്? ദുന്യാവ് മുഴുവനും ദുഷിച്ച രക്തമാണെന്ന് വെക്കാം. ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കാൻ കുടുങ്ങിയ സമയത്ത് ഒന്നും കിട്ടാല്ലോ, മരിച്ചാനായിട്ടുണ്ട്, മുൾത്തറായ വ്യക്തി, അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഹറാമായ സാധനം കഴിക്കുക. നിങ്ങൾ ഫിഖ്ഹിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ശവം തിന്നാം, കള്ള് കുടിക്കാം, ഇങ്ങനെ എന്തും ചെയ്യാം. അപ്പോൾ ആകെ ദുന്യാവിൽ ഫുൾ രക്തം മാത്രമാണ്. നമുക്ക് രക്തം കുടിക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ ഒരാളെ ജീവൻ നിലനിർത്താൻ വേണ്ടി രക്തം കുടിക്കാം. അപ്പോൾ ഒന്നുമില്ല. എന്നാൽ ഈ മുഅ്മിനായ മനുഷ്യന്, കാരണം അവിടെ രക്തം കുടിക്കാൻ അത്രേ പറ്റുള്ളൂ, ജീവൻ കണ്ട് നിലക്കാൻ ആവശ്യമുള്ള ആ കുറഞ്ഞ കതിരേ പറ്റുള്ളൂ. മുഅ്മിന് അത്രേ ആകെ ഭക്ഷണം കഴിക്കുള്ളൂ. അവന് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവ് ഫുള്ള് രക്തം മാത്രമാണെന്ന് വെക്കാം. ഉദാഹരണം പറയണം, എങ്കിൽ പോലും മുഅ്മിൻ കഴിക്കുന്നത് പൂർണ്ണമായും ഹലാലായിരിക്കും. കാരണം ഓൻ എത്ര കഴിക്കുള്ളൂ? ഓൻ്റെ വിശപ്പ് മാറാതെ സ്വാദിഖായ ജൂ നിലനിൽക്കുന്ന സമയത്ത് മാത്രമേ അവൻ കഴിക്കുള്ളൂ. കാരണം അന്ന അക്കലൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ ഭക്ഷണം ബിഖദരിൽ ലറൂറത്തി, ലറൂറത്തിൻ്റെ തോതനുസരിച്ചാണ്. ബിഖദരിൽ ഖിവാം, നിലനിൽപ്പിൻ്റെ തോതനുസരിച്ചാണ്. ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ തോതനുസരിച്ച് മാത്രമേ ഒരു മുഅ്മിൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നർത്ഥം. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ലോ അല്ലേ? തൽക്കാലം അവിടെ നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.